guys, let's play cup challenge. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്തോളൂ. നമ്മുടെ ഗെയിം എന്ന് പറയുന്നത് അവർക്ക് ഓരോ കോളത്തിൽ ഓരോ നമ്പർ എഴുതിയിട്ടുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8 പേര് എഴുതിയിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഗെയിം എന്ന് പറയുന്നത്. അപ്പം ഒന്നാമത്തെ കോളത്തിൽ 1 എത്തിക്കുക, രണ്ടാമത്തെ കോളത്തിൽ 2 എത്തിക്കുക. അങ്ങനെ ഷംന ഒന്നാമത്തെ കോളത്തിൽ 1 എത്തിച്ചിരിക്കുകയാണ്. ഇത് ഡയഗണലി നീക്കാൻ പാടില്ല. നമ്മൾ ഒരു കൈ കൊണ്ട് മേളിലോട്ടോ താഴോട്ടോ മൂവ് ചെയ്യിക്കാനേ പറ്റും, അല്ലെങ്കിൽ സൈഡ് വേസ് ക്രോസ് ചെയ്ത രീതിയിൽ നമ്മൾ മൂവ് ചെയ്യാൻ പാടില്ല. അതാണ് ഗെയിമിന്റെ റൂള്. അപ്പൊ 1, 2, 3 ഷംന എത്തിച്ചിരിക്കുകയാണ്. ആമിനായും 1, 2, 3 എത്തിച്ചിരിക്കുന്നു. ഗെയിം നല്ല കട്ടയ്ക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി 5ഉം 6ഉം എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഇനി അടുത്ത ഗെയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 1, 2, 3 രണ്ടുപേർക്കും ശരിയായിരിക്കാണ്. ഷംന 5 എത്തിച്ചിരിക്കുകയാണ്. ഇനി ഷംനക്ക് 4ഉം 5ഉം 6ഉം കറക്റ്റ് കോളങ്ങളിൽ എത്തിക്കണം. ആമിനായും 5 എത്തിച്ചിരിക്കുകയാണ്. അപ്പം ഗെയിം നല്ല കട്ടയ്ക്കാണ് നടക്കുന്നത്. 1, 2, 3 മാത്രമേ രണ്ടുപേരും കറക്റ്റ് ആക്കിയിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് മൂവ്മെന്റ്സ് ഉണ്ടാവാം. അപ്പം മാറി മാറി വരാം. അങ്ങനെ ആരാണ് ബുദ്ധിപരമായിട്ട് ആദ്യം എത്തിക്കുക, ആദ്യത്തെ റൗണ്ട് ആരാണ് വിജയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. ചേടാ, ഇത് ശരിയാവുന്നില്ലടാ. ശരിയാക്കണമല്ലോ, അതാണല്ലോ ഗെയിം. ഓക്കെ, അങ്ങനെ ഷംനയാണ് കറക്റ്റ് ആക്കിയിരിക്കുന്നത്. 1, 2, 3, 4, 5, 6, 7, 8 കറക്റ്റ് ആക്കിയിരിക്കുന്നത്. അപ്പം ഈ ഗെയിമില് ഫസ്റ്റ് റൗണ്ടിൽ വിജയിച്ചിരിക്കുന്നത് ഷംനയാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, അങ്ങനെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് വിട്ടു കൊടുക്കുമോ? ഇല്ലല്ല, അത് കൈമാറിയതാ. ഫൗളൊന്നും പാടില്ല. ഇല്ല. ഓക്കെ, അതിവാശിയേറെ മത്സരമാണ് നടക്കുന്നത്. ആര് ജയിക്കും? ശാലുവിന്റെ സ്പീഡ്. രാവിലെ ഹോളിക്സ് ഇട്ട പാല് കുടിച്ചോ? അങ്ങനെ ശാലുവും ചിച്ചിയും ആദ്യത്തെ കറക്റ്റ് നമ്പറിൽ കപ്പ് വെച്ചിട്ടുണ്ട്. ശാലു രണ്ടാമത്തെ നമ്പറിലെ കപ്പ് വെച്ചു. ശാലുവിന് വീണ്ടും ഒന്നാമത്തെ നമ്പറിലെ കപ്പ് തെറ്റി. ചിച്ചിക്കും തെറ്റി. ആകെ ഇപ്പം ചിച്ചിയും ശാലു ഇപ്പം ഈക്വൽ. ശാലു 3 വെച്ചു, 4 വെച്ചു. ചിച്ചി ഇപ്പോഴും 2 മാത്രമേ വെച്ചോളൂ. ശാലു വീണ്ടും 3, വീണ്ടും തെറ്റിച്ചു വെച്ചു. ഓക്കെ, ശാലു 4 വെച്ചു, 5 വെച്ചു, 6 വെച്ചു. 7, 8 മാത്രം വെച്ചാൽ മതി. ചിച്ചി ഇപ്പോൾ വേണം 2 മാത്രമേ കറക്റ്റ് ആക്കി വെച്ചോളൂ. 7 എങ്ങനെ വെക്കുമെന്നുള്ള ചിന്തയിലാണ് ശാലു. 7 വെക്കാനായിട്ട് പറ്റുന്നില്ല ശാലുവിന്. ഓ ഗോഡ്, ചിച്ചി ഒന്നും വെച്ചില്ല. ചിച്ചി ഒരുപാട് പിറകെ കിടക്കുവാണ്. ഭർത്താവ് ജയിക്കുന്ന ലക്ഷണമാണ് കണ്ടു തുടങ്ങുന്നത്. 7, 8 ഒരുമിച്ച് വെക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുമ്പോൾ ബാക്കിയും തെറ്റിച്ചു വെച്ചിരിക്കുന്നു. എങ്ങനെ വെക്കും 7? ഇതേ അവസ്ഥയായിരുന്നു മുന്നേ എനിക്ക് കളിച്ചപ്പോഴും. പക്ഷെ ഞാൻ അതിന്റെ വിദ്യ പറഞ്ഞു തരില്ല. പിന്നെ എനിക്കറിയാം ഇതെന്താ ഇവിടെ ലോജിക്കലി വെക്കൂ. 7, 8 മാത്രം കറക്റ്റ് വെക്കണം. അപ്പോൾ ഏതൊക്കെ കളങ്ങൾ ഏതിലോട്ട് കപ്പുകൾ നീക്കണമെന്ന് ചിന്തിക്കൂ ബുദ്ധിയോടെ. ചിച്ചി ഇപ്പോൾ 1ഉം 2ഉം വീണ്ടും തെറ്റിച്ചോ? ചിച്ചിയുടെ 1 ഇവിടെ പോയോ എന്തോ. ബുദ്ധിപരമായിട്ടാണ് ആലോചിക്കണം. എനിക്ക് വിശക്കുകയും ചെയ്യും. ഓക്കെ, എന്നെ കൂടെ കളിക്കാൻ ആരായിരിക്കും? 7, 8 മാത്രം വെച്ചാ മതി. അവിടെ ഫുള്ള് കുളമായെന്ന് തോന്നുന്നു. കുളമായി. താനെന്തോ കപ്പ ഒരച്ച് കള മൊത്തം ചോക്ക് ആക്കിയിരിക്കുന്നു. നമ്പറൊക്കെ മാഞ്ഞു പോതടേ. ഇതിപ്പം വെച്ചതെല്ലാം കൂടെ വീണ്ടും ശാലു കൊണ്ടുപോയി തെറ്റിച്ചു വെച്ചിരിക്കുന്നു. ഇതൊരു സുവർണ അവസരമാക്കി കണക്കാക്കി ആമിനെ എങ്ങനെയായിരിക്കും വെക്കുക? 1, 2, 3 ചിച്ച് കറക്റ്റ് ആക്കി വെച്ചിരിക്കുന്നു. 2 പേരും ഇപ്പൊ കറക്റ്റ്. 4, 5. ലാസ്റ്റ് വെക്കാൻ മാത്രം അവിടെ പ്രശ്നം. ഇപ്പൊ 2 പേരും ഒരേ കണക്കൊക്കെയാ വെക്കുന്നത്. ചിച്ചി 6 കറക്റ്റ് വെച്ചു.
നാല് കറക്റ്റ് വെക്കാനുണ്ടിനി, 5 വെക്കാനുണ്ടിനി, 7ഉം 8ഉം വെക്കാനുണ്ടിനി. ശാലു ആദ്യമേ നല്ലോണം കളിച്ചു വന്നായിരുന്നു. കണ്ണു വെട്ടം തോന്നുന്നു. കളി മൊത്തത്തിൽ തെറ്റി. കളി റെഡിയായി. ചിച്ചിക്കിനി വെറും 2 എണ്ണം മാത്രം ശരിയാക്കിയാൽ മതി. ഷാൽക്കാക്കിനി 3 എണ്ണം. ബുദ്ധിപൂർവം ചിന്തിക്കൂ. ഏഴിനെ എങ്ങനെ 7ലേക്ക് കൊണ്ടുവരാം? ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടത്തില്ല. ഇത് ടൈം ഒരുപാട് എടുക്കുന്നല്ലേ? അതല്ലേ പറഞ്ഞു നിങ്ങള്. നിങ്ങൾക്ക് 7ഉം 8ഉം കറക്റ്റ് ആക്കിയാൽ മതി. പക്ഷെ അത് ശരിയാക്കാൻ വേണ്ടി നിങ്ങൾ ബാക്കി രണ്ടുപേരും 2 തെറ്റിച്ച് ബാക്കിയല്ല. ഞങ്ങൾ രണ്ടുപേരും ഒരേ ബുദ്ധിയുള്ള ആൾക്കാരാണ്. പൊക്കുന്ന് ശാൽക്ക പൊക്കിയൊക്കെ വെക്കാൻ ശ്രമിക്കുന്നു. ഇല്ല, നമ്പർ നോക്കിയതാണ്. ഓക്കെ, ഇനി 7ഉം 8ഉം കറക്റ്റ് സ്ഥാനത്ത് വരണം. കണ്ണുകൾ എനിക്ക് ഇതിൻ്റെ വിശക്കുകയും ചെയ്യുന്നു. ഓക്കെ, നല്ലോണം ഒന്ന് കളിക്കാം. ഓക്കെ, പിന്നെ വന്നു. ചിച്ചി ബുദ്ധിപൂർവ്വം കളിച്ചാൽ ഇപ്പോൾ ജയിക്കാം. 1, 2, 3 മാത്രം നിങ്ങൾ കറക്റ്റ് ആണ്. ബാക്കി 2 കോളം 2 റോ മാത്രം ശരിയാക്കിയാൽ മതി. ഇനി 6. ഇതൊരു മെഗാ സീരിയലായിട്ട് ടെലികാസ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. ശാലു വീണ്ടും കുളമാക്കിയിരിക്കുന്നു. ആ 2 കോളം മാത്രം. 4, 5, 6, 7, 8 എങ്ങനെ മാറ്റണമെന്ന് ചിന്തിക്കൂ. ഏത് നീക്കിയാൽ എങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും? 4നെ നീക്കാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കൂ. 7നെ എങ്ങനെ അവിടെ എത്തിക്കാമെന്നൊക്കെ ചിന്തിക്കൂ. ബുദ്ധിപൂർവ്വം ചിന്തിക്കൂ. ചിന്തിച്ചാൽ കിട്ടും. ഓക്കെ, ചൂടിലാണ് ഇപ്പൊ ഷാലു നിൽക്കുന്നത്. ചിച്ചിയും ഏകദേശം ചൂടിലാണ്. കൊടും ചൂടിൽ ഷാലു ആണ് തോന്നുന്നു നിൽക്കുന്നത്. ഏഴിനെ അവിടെ കൊണ്ടുവന്നു. 7നെ കൊണ്ടുവന്നപ്പോ 8നെ അവിടെ കൊണ്ടുപോകാൻ പാടും. ഇത് സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾ 6 മിനിറ്റ് ആയി ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്റെ കൈ കഴകിന്നു. ഒരു വെയിലൂടെ അത് എത്തിക്കാൻ പറ്റും. ബുദ്ധിപൂർവ്വം ചിന്തിക്കൂ. ഇതിനെ ഒന്ന് കറക്റ്റ്. ഇതിപ്പോ കറക്റ്റ് ആയല്ലേ? രണ്ടുപേരും സമമാക്കാം. ഇതൊന്ന് റെഡിയാക്കണം. ഈ 2 പേരും തോറ്റ് എനിക്ക് മാത്രം ക്യാഷ് അവാർഡ് തരേണ്ടി വരും. ഏഴും 8ഉം അടക്കാൻ വേണ്ടി ബാക്കിയെല്ലാം കുളമാക്കിയിരിക്കുന്നു. കപ്പുകൾ ഉരഞ്ഞുരഞ്ഞു. നിങ്ങൾ എന്തൊക്കെയായി കാണിക്കുന്നത്? ശാലുവിന് ഇനി 5ഉം 6ഉം മാത്രം കറക്റ്റ് ആക്കിയാൽ മതി. ചിച്ചിക്ക് 6ഉം 7ഉം 8ലേക്ക് പറയാറുക ബുദ്ധിയുള്ളതെന്ന്. ഈ 8 മിനിറ്റ് ആയിരിക്കുന്നു. 8 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു.
നേരെ കിട്ടും. അത് ഞാൻ കറക്റ്റ് ചെയ്തു. പക്ഷെ ഇവര് നിങ്ങളൊന്ന് ചിന്തിക്കൂ ഒരു മിനിറ്റ്. ഇയാളങ്ങ് ഒരാളും ജയിച്ചെന്ന് പറഞ്ഞ ഇവരെന്തൊക്കെയുണ്ടെങ്കിൽ പറയുക. ഓർഡറിലേക്ക് എത്തിക്കാൻ പറ്റും. അതിനു വേണ്ടി നാല് ഇവിടെ വന്നു 5 എത്തിക്കാം. ഏറ്റവും ദൈർഘ്യമേറിയ കളി 9 മിനിറ്റ് ആവാൻ പോകുന്നു. 5 ഇവിടെ കൊണ്ടുവന്നു. ഈ 6 ഇവിടെ കൊണ്ടുവന്നു. പറഞ്ഞാ മാത്രം പോരാ. തൽക്കാലം ഇങ്ങോട്ടൊന്നും ഇരിക്കട്ടെ. ഇനി വാ. ചിച്ചിക്ക് 7-8 മാത്രം വെച്ചാൽ മതി. ഇത് തന്നെയാണ് നിങ്ങൾ തുടക്കത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ നിന്ന സ്റ്റേജിൽ തന്നെ ഒരു പ്രോഗ്രസ്സും ഇല്ല. നിങ്ങളെ ഗ്രാഫ് മുന്നിലേക്ക് ഉയരുന്ന പോലുമില്ല. ഈ നിമിഷം ഒന്ന് ഒരേ ബുദ്ധിയുള്ളവർ ഒരേ കളിച്ചാൽ എങ്ങനെയിരിക്കും? ഓ ഗോഡ്, 10 മിനിറ്റ് ആവാൻ പോകുന്നു. വീണ്ടും 7-8 വന്നു. ഒരു കാര്യം ചെയ്ത് നിങ്ങൾ തോൽവി സമ്മതിക്കുകയാണെങ്കിൽ എല്ലാ കുറവാക്കി അവര്. നിങ്ങൾ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? അത് നമ്മൾ ശ്രമിച്ചു നോക്കിയതാ. എന്ത് പാടേ ഇത്? ഒരു മെഗാ സീരിയലായിട്ട് അഞ്ച് 4 1 2 3 7-8 ഞാൻ പ്രശ്നം സോൾവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ വെച്ചാ ഇല്ല, 7 ഉണ്ട്. ഞാൻ നേരത്തെ 7-8 ഞാനിപ്പോൾ സോൾവ് ചെയ്തു. പക്ഷേ പുതിയ പ്രോഗ്രാം 5-4 കറക്റ്റ് ആയിട്ട് ഈ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മെയിൻ ആയിട്ട് നമുക്ക് ഞാൻ ഇപ്പോൾ തന്നെ സത്യം പറഞ്ഞാലേ ഇപ്പം വെച്ച രീതി ടഫാ. കുറച്ചും കൂടെ അടിപൊളിയായിട്ടുള്ള രീതിയിൽ വെച്ചെന്ന് തോന്നുന്നു. 12 മിനിറ്റ് ആവാൻ പോകുന്നു. ടോസ് ഇട്ട് തീരുമാനിക്കേണ്ടി വരുമോ തോന്നുന്നു. നിങ്ങൾ രണ്ടുപേരും വാള് താത്തു വെക്കുന്നോ? താത്തു വെച്ച ചരിത്രം ശാലിയൊന്നുമില്ല. എവിടാണ് എനിക്ക് പിഴയ്ക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് ഒരേപോലെ നോക്കിച്ചാലോ. 5 അവിടെ കൊണ്ടുവന്നു. 5 പുറകെ 4 പോകണം. അതിലിപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ കൊണ്ടുവരാം. ഓക്കെ, 4 5 ഒരുമിച്ചായി. ഇനി 6 അതിൻ്റെ പുറകെ കൊണ്ടുപോകണം. പിന്നെ 4 5 ഒരുമിച്ചാവോ? അതേ കോളത്തിൽ വേണം വരാൻ. അത് എനിക്കറിയാം. പുതിയൊരാട് 6 വീട് റെഡിയാവാണല്ലേ? പിന്നെ വിട്ടു കഴിഞ്ഞാൽ
13 മിനിറ്റ് ആയിരിക്കുന്നു. ഒരു കാര്യം ഞാൻ കസാര ഇരിക്കുക, നിങ്ങള് ശരിയാകുമ്പോ നിങ്ങൾ ശരിയാക്കിയിട്ട് വിളിക്കാം. ഇനി ഇത് ഒരിക്കലും ശരിയാക്കാൻ പറ്റില്ലേ? ഈ സംഖ്യ അടുത്തതിന് മത്സരിക്കാൻ ഞാൻ വെച്ചേക്കാന്ന് ആലോചിക്കുക. ഒരാളുടെ കളിച്ചില്ല, ഞാൻ അവിടെ പോയി ഇരിക്കാൻ പോവാ. ഗൈസ്, നമ്മുടെ കമന്ററി പറയുന്ന ആള് കുഴഞ്ഞിരിക്കുന്നു, ഞങ്ങളും കുഴഞ്ഞിരിക്കുന്നു. ഇത് ടൈം 15 മിനിറ്റ് ആയി. ഒന്ന് വെക്കോടോ താരെങ്കിലും ഉണ്ട്. താനങ്ങ് വിജയിച്ചോ താനങ്ങ്. ഇതണക്ക് ഏത് കളിക്കാരൻ പറയും? ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ക്വിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ക്യാഷ് മാറി നിൽക്കണോ? ഇത് കണ്ടിട്ട് ഗൈസ് ഞങ്ങൾക്ക് ബുദ്ധിയില്ലെന്ന് മാത്രം പറയരുത്. ഇത് കുറച്ച് ടഫ് പാറ്റേൺ ആണ്, അതുകൊണ്ടാണ് നമ്മൾ സോൾവ് ചെയ്യാൻ ഇത്ര സമയം എടുക്കുന്നത്. അല്ല നിങ്ങൾ ചെയ്തോ? ഒരു കാര്യം പൊക്കിയാൽ വെക്കാൻ ചാലോ. ഇതിപ്പോ ഷംനാക്ക് സമ്മാനം കൊടുത്തോടോ ചെയ്യാല്ലേ? മിക്കവാറും അത് തന്നെ ചെയ്യേണ്ടി വരും. ഇതെന്താ എത്താത്തേ? ഇതെന്താ കറക്റ്റ് ആക്കാൻ പറ്റാത്തേ? ശരിയായി. കളിയുടെ സമയം പോകുന്നു. സത്യത്തിൽ ഇത്രയും നേരം ഈ കളിക്ക് കൊടുക്കുന്നു. ഒരു മൊത്തത്തിലും കുളമാക്കി കേട്ടോ. ഇനി അതേ നടക്കത്തോളം നമ്മൾ ഇതിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചും മറച്ചും ആക്കണമെങ്കിൽ ഒന്നും ആവുന്നില്ല. അതിനർത്ഥം എന്താണ്? പരിശ്രമിക്കുവാൻ വിജയിക്കുമെന്നല്ലേ? ഇവര് വീണ്ടും ആദ്യം മുതൽ കളി തുടങ്ങിയിരിക്കുന്നതാ. ആദ്യം മുതൽ നീക്കണോ അങ്ങോട്ട് അന്തസ്സായിട്ട്. തോറ്റെന്ന് പറഞ്ഞ മാറുന്ന തോറ്റെന്ന് പറയാം. ഞങ്ങൾ അമ്മീത അനുസരിച്ച് വേണം. 100 രൂപ കമ്പനി മുടക്കുന്ന ഞാനത്. എനിക്ക് ആ പൈസ ഒപ്പിക്കണം. ഇത് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റൂ? നിങ്ങൾ എന്തൊക്കെയായി കാണിക്കുന്നു? ആണോ നിങ്ങൾ പറഞ്ഞത് ശരിയാക്കും. നിങ്ങളോടുണ്ട്, നിങ്ങൾ ശരി. മിനിറ്റ് ആവാറായി. ഇച്ചിരി വെള്ളം തരുമോ? ഇച്ചിരി വെള്ളം തിന്നാൻ എന്തെങ്കിലും കൊണ്ട് തരുമോ? ഗെയിം ഇമ്മ സമയമായി വരും. അതിന് കൊണ്ടുവന്നാണെ തിന്നോണ്ടം കളിക്കായിരുന്നു. നിങ്ങൾ കുറച്ചു നേരം കാമായി നിന്ന് ചിന്തിച്ചിട്ടേ ചുമ്മാ ആയിട്ട് ക്ലാസ് ഇട്ട് വരികയാണ്. ക്ഷമ പറഞ്ഞാലും കാര്യമുണ്ട് കേട്ടോ. കാമായി ഒന്ന് ആലോചിച്ചാൽ റെഡിയാക്കാവുന്നേ ഉള്ളൂ.
നിങ്ങൾ ആദ്യമേ 7 8 ഒന്ന് ശരിയാക്കി വെക്കുക. 7 8 ഞാൻ ശരിയാക്കി. അപ്പൊ 6 5 തെറ്റി. എന്നിട്ട് പിന്നെ ആ 1 3 വിട്ടുള്ള കളത്തി അത് ചെയ്തു നോക്ക്. അതാണ് കളി, അത് അവിടാണ് ഗെയിം. അപ്പൊ ഒന്നും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്യാം, റീഅറേഞ്ച് ചെയ്യാം. ഓക്കെ 7 8 അതേ കണക്ക് വെച്ചിട്ട് ബാക്കി അതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ വരത്തില്ല. ഇത് എത്ര നേരം കൊണ്ട് അങ്ങനെ ചെയ്യുന്നു സംഭവം അതാണ്. ഇപ്പൊ എത്ര 4 5 അതാണ് സംഭവം. എനിക്കിപ്പോ കത്തിയതും കൊണ്ട് അപ്പോഴേ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. അഞ്ചാപുരം പോയി അഞ്ചാപുരം തന്നെ തിരിച്ചു തരുമോ? കറക്റ്റ് പോയി. വല്ലതും നടക്കുവോ? നമുക്ക് ചോറ് എന്നിട്ട് ഞാൻ ഇനി ഒരു കാര്യം പറയാം. നിങ്ങൾ തോൽവി രണ്ടുപേരും സമ്മതിക്കുന്നതായിരിക്കും നല്ലത്. കാരണം 20 മിനിറ്റ് ആയിരിക്കും. എന്തിന് ആ 100 രൂപ പോട്ടേന്ന് വിചാരിക്കണം. ആദ്യം കാണിച്ച എനർജി ഒന്നും എനിക്കിപ്പോ വരുന്നില്ല. നിങ്ങൾ ക്വിറ്റ് ചെയ്യുന്നോ? ഓക്കെ, ഞാൻ കിറ്റ് ചെയ്യാണ്. എനിക്ക് നിൽക്കാൻ വയ്യ. ഓക്കെ, ഞാൻ കിറ്റ് ചെയ്യാണ്. അപ്പം അടുത്ത മത്സരം ഷംനായും ആമിനയും തമ്മിലാണ്. ഓക്കെ, നിങ്ങൾ കളിക്കാൻ തയ്യാറാണോ? ഓക്കെ ഗൈസ്, ഞാൻ കിറ്റ് ചെയ്യാണ്. എനിക്ക് നിൽക്കാൻ വയ്യ. അപ്പം ഈ കളിയില് സെക്കൻഡ് റൗണ്ടില് ആമിന വിജയിച്ചതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. വിജയിച്ചേ, നിർത്തറേ, മതി. 20 മിനിറ്റ് ആയിടോ. ഇതെങ്ങോട്ടാ മഴ വശിക്കുകയും ചെയ്യുന്നു. ഞാനൊന്ന് പരിശ്രമിച്ചാലോ? വേണ്ട 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 വേണ്ട. ഞാൻ തോറ്റിടേ, ഞാൻ പിന്മാറിയിരിക്കുന്നു ഗൈസ്. വിശക്കുന്നു, എന്തെങ്കിലും കഴിച്ചു. ഭയങ്കര അങ്ങനെ ആള് മാറി പുതിയ ആള് വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വീണ്ടും ഗെയിം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. 3ാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഷംന ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം വിന്നറാവും. ആമിന ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ആമിന വിന്നറാവും. നമ്മളെ 3ാമത്തെ റൗണ്ടാണ് നടക്കുന്നത്. അപ്പം ഞാൻ പിൻവാങ്ങിയതിനെ തുടർന്ന് 3ാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അത് കറക്റ്റ് ആക്കി വെക്കുക എന്നുള്ളതാണ് ഗെയിം. ഓക്കെ, ആര് ജയിക്കും? ആർക്ക് ലഭിക്കും 100 രൂപ?
ഇച്ചിരി ടഫായിട്ട് ഇപ്പൊ തോന്നണ്ടോ നമുക്ക്? ഞാൻ കളിച്ചു തുടങ്ങിയല്ലേ. അത് ശരിയാണ്. കസേര വല്ലതും വേണോ? രണ്ടുപേർക്ക് വേണമെങ്കിൽ ചെയർ വേണമെങ്കിൽ ഞാൻ റെഡി ആയിക്കൊണ്ട് വരാം. അങ്ങനെ ഒന്നാമത്തെ ഗെയിമിൽ ഒന്നാമത്തെ റൗണ്ടിൽ ഷംന വിജയിച്ചിരുന്നു. രണ്ടാമത്തെ റൗണ്ടിൽ ആമിനെയാണ് വിജയിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ റൗണ്ട് നടക്കുകയാണ്. മൂന്നാമത്തെ റൗണ്ടിൽ ആര് വിജയിക്കുന്നു അവർക്കാണ് ഈ 100 രൂപ ലഭിക്കുക. ആരുടെ കോമൺ സെൻസ് ആണ് വർക്ക് ചെയ്യുക, ആര് വിജയിക്കും? ഇത് നമ്മൾ കാണുമ്പം നമുക്ക് അത്ര ടഫായിട്ട് തോന്നത്തില്ല എങ്കിലും നമ്മൾ പല പാറ്റേണിലാണല്ലോ ഓരോ ഗെയിം അറേഞ്ച് ചെയ്യുന്നത്. ഫസ്റ്റ് റൗണ്ട് കുറച്ചും കൂടെ ഈസി ആയിട്ട് അവർക്ക് ചെയ്യാൻ സാധിച്ചു. രണ്ടാമത്തെ റൗണ്ടിലെ പാറ്റേൺ കുറച്ചും കൂടെ ഡിഫറെന്റ് ആയിരുന്നു. അപ്പം നമ്മൾ അത്ര പെട്ടെന്ന് എത്തിക്കാം ഇതിനൊരു ആൻസർ എന്തായാലും ഉണ്ട്. അപ്പം സെക്കൻഡ് റൗണ്ട് കുറച്ച് ടഫായ രീതിയിലാണ് പാറ്റേൺസ് വെച്ചിരുന്നത്. അപ്പോൾ രണ്ടാമത്തെ റൗണ്ട് ഒരാൾ ക്വിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പം മൂന്നാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. മൂന്നാമത്തെ റൗണ്ടിൽ ആര് വിജയിക്കുന്നോ അവർക്കാണ് നമ്മളുടെ പ്രൈസ് ലഭിക്കുന്നത്. ഓക്കെ, ഷംന ഒന്നാമത്തെ കോളം മാത്രം ശരിയാക്കിയിരിക്കുന്നു. രണ്ട് കൈ ഉപയോഗിക്കാൻ പാടില്ല. രണ്ട് കൈ ഉപയോഗിക്കാൻ പാടില്ല, അത് റൂൾസിന് എഗെയിൻസ്റ്റ് ആണ്. അപ്പം റൂൾ അനുസരിച്ച് കൈ കറക്റ്റായിട്ട് ഉപയോഗിക്കുക. ഒരു കൈ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റൂ. അതും ഡയഗണലി പറ്റുകയില്ല, ഡയഗണലി ചെയ്യാൻ പാടില്ല. ആമിന അങ്ങനെ 1, 2, 3 ശരിയാക്കിയിരിക്കുന്നു. ഷംന അങ്ങനെ 1, 2 മാത്രമേ ശരിയാക്കിയിട്ടുള്ളൂ. ഗെയിം പുരോഗമിക്കുകയാണ്. ഇതിൽ ആര് ജയിക്കുന്നു അവർക്കാണ് നമ്മുടെ പ്രൈസ് ക്യാഷ് മണി ലഭിക്കുക. അതിനുമുമ്പ് ഒരു കപ്പ് തള്ളി താഴെ ഇട്ടിരിക്കുന്നു. ഡേ അവിടെ തന്നെ അല്ലേ വെച്ചത്? കണ്ണി. ഓക്കെ, ആമിന 1, 2, 3, 4 വരെ ശരിയാക്കിയിരിക്കുന്നു. മികച്ച ഗെയിമാണ് ഇവിടെ നടക്കുന്നത്. 2 പെൺകുട്ടികൾ തമ്മിലുള്ള വാശിയേറിയ മത്സരം. കഴിഞ്ഞു. നമ്മൾ ഏകദേശം ഓൾമോസ്റ്റ് ഒരു 11 മണി 11:30 സ്റ്റാർട്ട് ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം 1:30 എങ്ങാണ്ടായി തോന്നുന്നു. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ക്ഷീണം രണ്ടുപേരുടെ മുഖത്തും എന്റെ മുഖത്തും കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും മീനൊക്കെ വാങ്ങിച്ചിട്ട് ഗെയിം തുടങ്ങിയത് നന്നായി. ഇല്ലെങ്കിൽ മാർക്കറ്റിൽ പോകാൻ പറ്റില്ല. അപ്പം ഗെയിം പുരോഗമിക്കുന്നുണ്ടോ? ഷംനക്ക് എന്തായിട്ട് തോന്നുന്നു? ഷംന ആദ്യത്തെ റൗണ്ട് വിജയിച്ച ആളാണ്. അപ്പം ഈ റൗണ്ട് എങ്ങനെ തോന്നുന്നു നിങ്ങൾക്ക്? എങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്നില്ല? എന്തോത്തിനെ കൊണ്ടുവരാൻ പറ്റുന്നില്ല? നിങ്ങൾ അനുഭവിക്കുന്ന ടഫ് എന്താണ് ഇപ്പോ? നിങ്ങൾ ഏത് സംഖ്യ കൊണ്ടുവരാനാണ് നിങ്ങളെ കൊണ്ട് സാധിക്കാത്തത്? വീണ്ടും ഞാൻ അതേ കണക്ക് തന്നെ വന്ന് നിൽക്കുകയാണ്. ഓക്കെ, ആ കോളം വേക്കന്റ് ആണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരിൽ ആർക്കെങ്കിലും തോൽവി സമ്മതിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് വിജയിയെ പ്രഖ്യാപിക്കാം. അപ്പൊ ഞാൻ വെള്ളമായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ചെയർ വല്ലതും വേണോ? ഇരുന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ചെയർ വല്ലതും വേണമെങ്കിൽ ചെയർ റെഡിയാക്കി തരാം. എന്താ ചെയർ വേണോ? അപ്പൊ ഗെയിം കണ്ടിന്യൂ ചെയ്യാണോ അതോ നിങ്ങളിൽ ഒരാൾ തോൽവി സമ്മതിക്കുന്നു? 2-3 അടിക്കെല്ലാം പോയല്ലോ. കുറച്ച് ടഫായിരുന്നു കേട്ടോ. ഇത് കുറച്ച് ടഫാണ്. അപ്പം അത്ര പെട്ടെന്ന് എളുപ്പമല്ല. നമുക്ക് കാണുന്ന കണക്ക് അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. മൊത്തം 9 കോളമാണ്. അതിൽ 8 കോളത്തിൽ നമ്മൾ നമ്പേഴ്സ് വെക്കുന്നു. ഒരു കോളം ഫ്രീ ആയിട്ടിട്ട് മൂവ് ചെയ്യിപ്പിക്കുന്നു.
നിങ്ങൾ കളിച്ചോ ഗായ്സ്. അങ്ങനെ നമുക്കൊരു ടൈം ലിമിറ്റ് വേണമല്ലോ, ഗെയിം ആകുമ്പോൾ ഒരു ടൈം ലിമിറ്റ് വേണം. നമുക്ക് ആ ടൈം ലിമിറ്റ് ഇല്ലാതെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിച്ചിരുന്നത്. പക്ഷേ ആദ്യത്തെ റൗണ്ട് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, എളുപ്പമായിരുന്നു. നമ്മൾ രണ്ടാമത്തെ റൗണ്ടിൽ വെച്ചേക്കുന്ന പാറ്റേൺ ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. ഇത് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല എന്നല്ല, ഇത് സോൾവ് ചെയ്യാൻ പറ്റും, പക്ഷെ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. അപ്പൊ അത്രയും സമയം നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ തന്നെ നമ്മൾ കുഴഞ്ഞിരിക്കുകയാണ്, വിശന്ന് കുഴഞ്ഞല്ലേ, അല്ല രണ്ടുപേരും കുഴഞ്ഞല്ലോ. അപ്പം ഈ ഗെയിമില് നമുക്ക് വിജയില്ല. അപ്പൊ നമ്മൾ ഇനി ഈ ഗെയിം നമ്മള് ഭാവിയിൽ പിന്നെ ഒന്നുകൂടെ കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഈ ഗെയിമില് കമ്പനിക്ക് തന്നെയാണ് ക്യാഷ് ലഭിച്ചിരിക്കുന്നത്. കമ്പനി ആയത് അതായത് ഞാനാണ്. അതായത് ആദ്യത്തെ കളിയിൽ ഞാൻ ജയിച്ചു, രണ്ടാമത്തെ കളിയിൽ ചിച്ചു ജയിച്ചു. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർ കൂടെ ചേർന്ന് ഓക്കെ, അപ്പം ഞാനാണ് ജയിക്കാത്തത്. അപ്പൊ രണ്ടുപേർക്കും 50 രൂപ വെച്ച് കൊടുത്തുകൊണ്ട് കമ്പനിക്ക് നഷ്ടത്തിൽ ഈ ഗെയിം ഇത്രയും നേരം ചെയ്തില്ലേടാ. കമ്പനിക്ക് നഷ്ടത്തിൽ ഈ ഗെയിം നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഓക്കെ.